സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ്. ഒരു നാർസിസിസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ആണിത്. ഞാൻ നിന്റെ കൂടെ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടു എന്ന് കരുതി ഞാൻ നിന്നെ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. നിന്റെയും കൂടെ സമ്മതം കൊണ്ടാണല്ലോ നമ്മൾ സെക്ഷലി അടുത്തത്. അപ്പൊ ഇപ്പൊ എനിക്ക് റിലേഷൻഷിപ്പ് വേണ്ട, അതുകൊണ്ട് എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല. നൗ ദിസ് ഇസ് എ വെരി സെൻസിറ്റീവ് ടോപ്പിക്. ഇതിൽ ആരാണ് വിക്ടിം, ആരാണ് പ്രേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇഫ് യു ആർ എ പേഴ്സൺ ഒരാളുമായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്താൽ അയാളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു ആണോ പെണ്ണോ ആണ് നിങ്ങളെങ്കിൽ പല റീസൺസ് ഉണ്ടാവാം. നമുക്ക് ഒരു തവണ അവരുമായിട്ട് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ട് വേറൊരാളെ കല്യാണം കഴിക്കുന്നത് ചതിയാണെന്ന് വിചാരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആ ഒരു സൊസൈറ്റൽ സ്റ്റിഗ്മയെ കുറിച്ചോ വെർജിനിറ്റിയെ കുറിച്ചോ അല്ല. പക്ഷെ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് how a narcissist manipulates you into thinking that it is your mistake to have sex with him, it is because of you that they are leaving you. അതായത് they will take maximum advantage of you. നിങ്ങളെ മാക്സിമം അഡ്വാൻറ്റേജ് എടുത്ത് നിങ്ങളുടെ ശരീരം, മനസ്സ്, നിങ്ങളുടെ സാമ്പത്തികം എല്ലാം, അതായത് ഈ ഹാരി പോട്ടറിൽ എന്താ പറയുക, വന്ന് സോള് സക്ക് ചെയ്തെടുക്കണ പോലെ ഒരു നാർസിസിസ്റ്റ് നമ്മുടെ സോള് സക്ക് ചെയ്തെടുത്തിട്ട് അവസാനം നമ്മളെ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വിടും. ഈ നാർസിസിസ്റ്റ് എന്നുള്ളതിന് ജെൻഡർ ഇല്ല കേട്ടോ. ആണിനും നാർസിസിസ്റ്റ് ആവാം, പെണ്ണിനും നാർസിസിസ്റ്റ് ആവാം. അപ്പോൾ ആദ്യം ഭയങ്കര ലവ് ബോംബിംഗ് ആയിരിക്കും റിലേഷൻഷിപ്പില്. സ്നേഹം കൊണ്ട് അങ്ങ് ആറാട്ടുക എന്ന് പറയണ പോലെ സ്നേഹിച്ച് 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 അയ്യോ ഇത്രയൊക്കെ എനിക്കൊരാളെ സ്നേഹിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മനസ്സിൽ മുഴുവൻ ബ്യൂട്ടിഫുൾ ഫിലിം സോങ്സ് ഇങ്ങനെ പോകുന്നു. ആകെ അങ്ങടെ അടിവയറ്റിൽ മഞ്ഞോട് മഞ്ഞാണ്. പക്ഷെ പിന്നെ ഒരു അവരുടെ സ്നേഹം എല്ലാ രീതിയിലും കുറഞ്ഞു കിട്ടും. അതായത് ഐ ഡോണ്ട് വോണ്ട് ഗോ ഔട്ട് വിത്ത് യു, ബട്ട് ഇഫ് യു ഇൻസിസ്റ്റ് വി ക്യാൻ ഗോ. ഐ ഡോണ്ട് വോണ്ട് ഹാവ് സെക്സ് വിത്ത് യു. നിനക്ക് വേണമെങ്കിൽ ഞാൻ പിന്നെ ഓക്കെ എന്ന് പറയാം. ഇങ്ങനെയൊക്കെ ആവും. അപ്പൊ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വിചാരിക്കും എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടോ. പക്ഷെ ദ ഡെല്യൂഷൻ ഓഫ് ലവ് ദാറ്റ് യു ഹാവ് ഇൻ യുവർ മൈൻഡ്, ദാറ്റ് യു തിങ്ക് ദാറ്റ് ദേ ലവ് യു ബട്ട് ദേ ഡോണ്ട് ഗിവ് എ ഷിറ്റ് അബൌട്ട് യു, അത് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷം കഴിഞ്ഞിട്ട് ചിലവർക്ക് പിന്നെ ഒരു ട്രോമ ബോണ്ടിങ് ഉണ്ടാവും. മനസ്സിലായോ? അതായത് അവർക്ക് പിന്നെ അയാൾ എന്ത് ചെയ്താലും, അവർ അടിച്ചാലും തൊഴിച്ചാലും അവര് ഉപദ്രവിച്ചാലും അവര് വേറെ ആൾക്കാരുടെ പുറകെ പോയാലും അതെല്ലാം എന്റെ തെറ്റുകൊണ്ടാണ്. അതായത് ഞാൻ എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതി ഒരു നാർസിസിസ്റ്റുമായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സോ അല്ലെങ്കിൽ ഫിസിക്കൽ ഇന്റിമസി ഓഫ് എനി സോർട്ട് ഓഫ് കൈൻഡ്, ഫിനാൻഷ്യൽ ഇന്ററാക്ഷൻസ്, യോർ ഇമോഷണൽ ഇന്റർകോഴ്സ് എന്ന് വെച്ചാൽ ഇമോഷണൽ ഡിപ്പെൻഡൻസി, പിന്നെ നിങ്ങളുടെ ലൈഫ് ഒരു ലിവിങ് ഹെല്ലായിട്ട് മാറും ഇഫ് യു ആർ ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്. അതായത് പിന്നെ നിങ്ങൾക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാതെയാവും, നിങ്ങൾക്ക് ട്രോമ ഉണ്ടാവും. വെൻ സംബഡി സേസ് യു ഐ ലവ് യു, യു വിൽ ബി ലൈക്ക് ഓ റിയലി നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലാവും. സോ sex with a narcissist, relationship with a narcissist is one of the worst experiences anybody can have. അപ്പോ അതിന്ന് റിക്കവർ ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി ഗോ ടോക്ക് ടു സമ്മൺ റാദർ ദാൻ പുട്ടിങ് യുവർ സെൽഫ് ഇൻ ദ ലൂപ്പ്. ഇങ്ങനെ സംഭവിച്ചു പോയില്ല, ഇത് എന്റെ തെറ്റാണ്, ഇനി ഞാൻ ജീവിതകാലം മുഴുവൻ ഇത് സഹിച്ചേ പറ്റൂ. നോ, യു ഹാവ് എ ലൈഫ്. നിങ്ങൾക്കൊരു ജീവിതം ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. ആൻഡ് മരുന്നെടുക്കണേനോ ഒന്നിനും പ്രശ്നമില്ല. യു നീഡ് ടു അൺകവർ യുവർ സെൽഫ് ഫ്രം ദാറ്റ് ട്രോമ. ഒരു നാർസിസിസ്റ്റിന്റെ കൂടെ വർഷങ്ങളോളം ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ തന്നെ മാറ്റങ്ങൾ വരും. യുവർ ബ്രെയിൻ ബിക്കംസ് സാഡ്, ഇറ്റ് ബിക്കംസ് ഡിപ്രസ്ഡ്, ഇറ്റ് കനോട്ട് ഗെറ്റ് ഔട്ട് ഓഫ് ദ ട്രോമ ബോണ്ടിങ്. സോ പ്ലീസ്, ഇഫ് യു ആർ ഇൻ എ റിലേഷൻഷിപ്പ്, ഡോണ്ട് വെയിറ്റ് ഫോർ ദാറ്റ് ഗൈ ഓർ ഗേൾ ടു എൻഡ് ഇറ്റ്. അവർ എൻഡ് ചെയ്യില്ല. അവർക്ക് ഇതൊരു പൂച്ചയും എലിയും കളിയായിരിക്കും. ഇറ്റ് വിൽ ബി എ കാറ്റ് ആൻഡ് മൗസ് ഗെയിം ഫോർ ദം ആൻഡ് ഇറ്റ്സ് നോട്ട് ഗോണ എൻഡ്. So have the courage to come out of it. I feel sorry for all the people out there. Seek help rather than blaming you or killing yourself. Please seek help. Dr. Gayatri Menon, clinical psychologist, Dr. Gayatri's Wellness Space.